ഇക്കഴിഞ്ഞ സാന്റോസിന്റെ കോപ്പ സുദാമറിക്കാന മത്സരത്തിന് ശേഷം സാക്ഷാൽ നെയ്മർ ജൂനിയർ ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി. അതായത്, എന്റെ സമയം കഴിഞ്ഞു, ബ്രസീലിനായിട്ട് ഇനി കളിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. യെസ്, അദ്ദേഹത്തിന്റെ പടിയിറക്കത്തെ അയാൾ ഒരിക്കൽ കൂടി ഉറപ്പിച്ചിരിക്കുകയാണ്. ഇതിനു മുമ്പ് വേൾഡ് കപ്പിൽ നോർവേക്കെതിരെ ബ്രസീൽ പരാജയപ്പെട്ടപ്പോൾ വികാരഭരിതനായിട്ട് എവിടെ നിന്നാണോ തുടങ്ങിയത് അവിടെ തന്നെ ഞാൻ അവസാനിപ്പിക്കുന്നു എന്നയാൾ പറഞ്ഞിരുന്നു. അതിനുശേഷം തൻ്റെ പിതാവ് പോലും രംഗത്തെത്തിക്കൊണ്ട് തൻ്റെ തിരിച്ചുവരവിന് ആവശ്യപ്പെടുന്ന ഒരു രംഗം നമ്മൾ കണ്ടു. നമ്മൾ പോലും ഒരു നിമിഷം അയാൾ ബ്രസീലിനോട് പരാജയപ്പെട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോഴും അയാൾ തിരിച്ചു വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിച്ചിരുന്നത്. 2010 ബ്രസീലിന് വേണ്ടി അന്താരാഷ്ട്ര ഫുട്ബോളിന് ആദ്യമായിട്ട് ബൂട്ട് കെട്ടിയ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ വെച്ച് തന്നെ തൻ്റെ അവസാന മത്സരവും കളിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞ ആ വാചകം ഒരിക്കൽ കൂടി അയാൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ദ എൻഡ് ഓഫ് ഇറ, ഒരു യുഗാന്ത്യം. ബ്രസീലിന്റെ ഓൾ ടൈം ടോപ്പ് സ്കോറായിട്ട് മോസ്റ്റ് അസിസ്റ്റ് നൽകിയ താരമായിട്ട് കാനറിക്കാരോട് നെയ്മർ വിട പറയുകയാണ്. ബ്രസീലിന്റെ ചരിത്രത്തിൽ നെയ്മർ ജൂനിയർ അൺസ്റ്റോപ്പബിൾ പ്രകടനം കാഴ്ചവെച്ച ഒരു ടൂർണമെന്റ് ഉണ്ടെങ്കിൽ അത് 2013 കോൺഫെഡറേഷൻ കപ്പിലാണ്. ടൂർണമെന്റിൽ ഉടനീളം ഒരു അസാധ്യ പ്രകടനമാണ് നെയ്മർ അന്ന് കാഴ്ചവെച്ചിരുന്നത്. ഫൈനൽ അടക്കം 5 മത്സരങ്ങളാണ് ബ്രസീൽ അന്ന് കളിച്ചിരുന്നത്. അതിൽ ഉറുഗ്വേക്കെതിരെയുള്ള സെമി ഫൈനൽ മത്സരം ഒഴിച്ച് ബാക്കി എല്ലാ മത്സരത്തിലും നെയ്മർ ഗോൾ സ്കോർ ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. ആദ്യ മത്സരം, ഗ്രൂപ്പ് സ്റ്റേജിലെ ആദ്യ മത്സരം ജപ്പാനെതിരെ 3-0 വിൻ, അതിൽ ഗോൾ സ്കോർ ചെയ്തു നെയ്മർ. സെക്കൻഡ് മത്സരം മെക്സിക്കോക്കെതിരെ 2-0 വിൻ ബ്രസീൽ സ്വന്തമാക്കുമ്പോൾ അതിലും സ്കോർ ചെയ്തു നെയ്മർ ജൂനിയർ. മൂന്നാമത്തെ മത്സരം ഇറ്റലിക്കെതിരെ 4-2 വിൻ ബ്രസീൽ, അതിലും സ്കോർ ചെയ്തു നെയ്മർ ജൂനിയർ. പിന്നീട് ഉറുഗ്വേയോട് 2-1 വിജയം സ്വന്തമാക്കുന്നു. അതിനുശേഷം ഫൈനൽ മത്സരത്തിൽ സ്പെയിനെതിരെയും 3-0 ആധികാരിക വിജയം ബ്രസീൽ സ്വന്തമാക്കി ആ കിരീടം നേടുമ്പോഴും അവിടെയും നെയ്മർ സ്കോർ ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടു. അങ്ങനെ തുടർച്ചയായിട്ട് 5 മത്സരങ്ങളും വിജയിച്ചുകൊണ്ടാണ് ബ്രസീൽ സ്പെയിനെ 3-0 സ്കോറിൽ പരാജയപ്പെടുത്തിക്കൊണ്ട് 2013 കോൺഫെഡറേഷൻ കപ്പ് ബ്രസീൽ സ്വന്തമാക്കുന്നത്. അതിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അന്നത്തെ ലോക ഫുട്ബോളിലെ ഏറ്റവും മികച്ച ടീമായിരുന്നു അന്ന് ഫൈനൽ പരാജയപ്പെടുത്തിയ സ്പെയിൻ എന്ന് പറയുന്നത്. സാബിയും ഇനിയസ്റ്റയും ബുസ്കറ്റ്സും സെർജിയോ റാമോസും അങ്ങനെ തുടങ്ങിയ 2008 യൂറോയും 2010 വേൾഡ് കപ്പും 2012 യൂറോയും നേടിയെടുത്ത അങ്ങനെ ഒരു സക്സസ്ഫുൾ ടീമിനെയായിരുന്നു അന്ന് ബ്രസീൽ 3-0 എന്ന സ്കോറിന് പരാജയപ്പെടുത്തിക്കൊണ്ട് 2013 കോൺഫെഡറേഷൻ കപ്പ് അന്ന് ബ്രസീൽ സ്വന്തമാക്കുന്നത്. ആ ടൂർണമെന്റിലെ ഏറ്റവും മികച്ച താരമായിട്ട് മാറിയതും സാക്ഷാൽ നെയ്മർ ജൂനിയർ ആയിരുന്നു. പിന്നീട് നമ്മൾ ഈ മനുഷ്യനെ ബ്രസീൽ കുപ്പായത്തിൽ അൺസ്റ്റോപ്പബിൾ ആയിട്ട് കാണുന്നത് 2021 കോപ്പ അമേരിക്കയുടെ ഫൈനൽ മത്സരത്തിലാണ്. ബ്രസീൽ വേഴ്സസ് അർജന്റീന. അന്ന് അർജന്റീന ഏകപക്ഷീയമായ ഒരു ഗോളിന് അന്ന് വിജയിച്ച് കിരീടം ചൂടിയെങ്കിലും ആ മത്സരത്തിൽ നെയ്മർ ജൂനിയറിന്റെ പ്രകടനം നമ്മൾ എടുത്തു പറയേണ്ടതാണ്, കൈയടിക്കേണ്ടതാണ്. അർജന്റീനൻ താരങ്ങൾ എല്ലാം നെയ്മറിനെ ഇല്ലാണ്ടാക്കി എന്ന് വേണം പറയാൻ. എത്ര ഫൗളുകൾ, മാരക ഫൗളുകൾ, കരിയർ പോലും നഷ്ടപ്പെടുത്താവുന്ന മാരക ഫൗളുകൾ. അദ്ദേഹത്തിന്റെ ആക്രമണങ്ങൾക്ക് മുമ്പിൽ അർജന്റീനൻ താരങ്ങൾക്ക് ഫൗൾ ചെയ്യല്ലാതെ മറ്റൊരു ഓപ്ഷൻ അവിടെ ഇല്ലായിരുന്നു. അദ്ദേഹത്തിന്റെ ഷോട്ട്സ് പോലും കീറിപ്പറിഞ്ഞ ആ മത്സരത്തിൽ ഒരു റെഡ് കാർഡ് പോലും റഫറി ഉയർത്തിയിരുന്നില്ല. മറ്റൊരു നെയ്മർ വർഷം നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത് 2014 ഫിഫ വേൾഡ് കപ്പിലാണ്. അന്ന് ബ്രസീൽ സെമി വരെ എത്തുമ്പോൾ ആ സ്ക്വാഡിലെ പ്രധാന താരം ഈ 22-കാരനായിരുന്നു. 5 മത്സരങ്ങൾ, 4 ഗോളുകൾ, 1 അസിസ്റ്റ്, 3 പ്ലെയർ ഓഫ് ദി മാച്ച് നേടിയത് സാക്ഷാൽ നെയ്മർ ജൂനിയർ ആയിരുന്നു. ക്വാർട്ടർ ഫൈനലിൽ സുനിഗയുടെ ആ മുട്ടുകൊണ്ടുള്ള മാരക ഫൗള് നടന്നില്ലായിരുന്നുവെങ്കിൽ സെമിയിൽ ജർമ്മനിക്കെതിരെയും നെയ്മറിന്റെ ആട്ടം നമ്മൾ കണ്ടേനെ. നിർഭാഗ്യവശാൽ സംഭവിച്ചത് മറ്റൊന്നാണ്. അതുമാത്രമല്ല, സെമിയിൽ ബ്രസീൽ ഒരു നാണംകെട്ട തോൽവിയിലാണ് നെയ്മർ ഇല്ലാതെ ഇറങ്ങിയ ബ്രസീൽ നേരിടേണ്ടി വന്നത്. അങ്ങനെ തുടങ്ങിയ ബ്രസീലിന്റെ ചരിത്രത്തിൽ ഒരുപാട് മറക്കാനാവാത്ത ഓർമ്മകൾ സമ്മാനിച്ച പരിക്ക് കവർന്ന ആ മഹത്തായ കരിയർ ഇന്ന് അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിച്ചിരിക്കുകയാണ്. പരിക്ക് കവർന്ന കരിയർ ആണെങ്കിൽ കൂടി ഒരുപറ്റം യുവനിരയെ കാൽപന്തിലേക്ക് പ്രേരിപ്പിച്ചത്, ആകർഷിപ്പിച്ചത് ഇപ്പോഴും പല യങ് താരങ്ങളുടെയും ഐഡലാണ് നെയ്മർ ജൂനിയർ. മെസ്സിയുടെയും ക്രിസ്ത്യാനോയുടെയും യുഗത്തിൽ പിറവികൊണ്ടിട്ടും ആ സ്ഥാനത്തേക്ക് മൂന്നാമത്തെ ഒരു പേരായിട്ട് നെയ്മറിന്റെ പേര് ചേർത്ത് വായിക്കപ്പെടാൻ കാരണം പരിക്കിനാൽ പന്ത് തട്ടിയ ഈ മനുഷ്യന്റെ പ്രകടനം കൊണ്ടാണെന്ന് ഓർക്കണം. 2026 വേൾഡ് കപ്പിലേക്കുള്ള ബ്രസീൽ നിരയിലേക്ക് നെയ്മർ ജൂനിയറിനെ കാർലോ ആഞ്ചലോട്ടി പരിഗണിക്കില്ല എന്നായിരുന്നു കരുതിയിരുന്നത്. ഒടുക്കം നെയ്മറിന്റെ പേര് കേട്ടപ്പോൾ സന്തോഷിച്ചതും രണ്ടാം പകുതിയിലാണെങ്കിൽ കൂടി 2 മത്സരങ്ങളിൽ പകരക്കാരനായി എത്തി ഗോൾ നേടി അദ്ദേഹം ഒടുക്കം പരാജയപ്പെട്ട് പുറത്താകുമ്പോൾ ഇനി ഞാൻ ഇല്ല എന്ന് പറയുമ്പോൾ ആ പരിക്കിനാൽ അദ്ദേഹം എത്രത്തോളം ബുദ്ധിമുട്ടുന്നെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഇനി അയാൾ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല.
രാജ്യാന്തര ഫുട്ബോളിലെ അവസാന മത്സരം താൻ കളി തുടങ്ങിയ അതേ മൈതാനത്ത് തന്നെ അവസാനിപ്പിക്കുകയാണ്. മത്സരഫലം തോൽവിയാണെങ്കിൽ കൂടി താൻ തുടങ്ങിയ അതേ സ്റ്റേഡിയത്തിൽ തന്നെ അവസാനിപ്പിക്കുകയാണ് ദ ഗ്രേറ്റ് എൻഡിങ്. ഇനി എത്ര കാലം അദ്ദേഹം ഫുട്ബോൾ ലോകത്ത് തന്നെ ഉണ്ടാകുമെന്നുള്ളത് അറിയാവുന്ന കാര്യമല്ല. ക്ലബ് ഫുട്ബോളിൽ സാന്റോസുമായിട്ട് ഈ 2026 ഡിസംബറോട് കൂടി അദ്ദേഹത്തിന്റെ കരാർ അവസാനിക്കുകയാണ്. ഇനി സാന്റോസ് അദ്ദേഹത്തിന്റെ കരാർ പുതുക്കുകയാണെങ്കിൽ എത്ര വർഷത്തെ കരാർ, ഇനി പുതുക്കിയില്ലെങ്കിൽ അവിടുന്ന് എങ്ങോട്ട്? ഫ്രീ ഏജന്റായി നിൽക്കുന്ന നെയ്മർ ജൂനിയറിനെ തേടി ഏത് ടീമായിരിക്കും അദ്ദേഹത്തിന് വേണ്ടി രംഗത്തെത്തുക? ഇപ്പോഴും പൂർണ്ണ ഫിറ്റിലല്ല നെയ്മർ പന്ത് തട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് രണ്ടും നടന്നിട്ടില്ലെങ്കിൽ മറ്റൊന്നായിരിക്കും ലോക ഫുട്ബോളിനെ ഞെട്ടിച്ചുകൊണ്ട് സാക്ഷാൽ നെയ്മർ ജൂനിയറിന്റെ വിരമിക്കൽ പ്രഖ്യാപനമായിരിക്കും നമ്മൾ ഒരുപക്ഷെ കേൾക്കാൻ പോകുന്നുണ്ടാവുക. നിലവിൽ അതുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനവും അദ്ദേഹം എടുത്തിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. തൻ്റെ മനസ്സ് എന്തു പറയുന്നുവോ അത്രയും കാലം താൻ ഫുട്ബോൾ കളിക്കുമെന്നാണ് അദ്ദേഹം മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒരുപക്ഷെ മറിച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ ക്രിസ്ത്യാനോ റൊണാൾഡോക്കും ലയണൽ മെസ്സിക്കും മുമ്പേ മറ്റൊരു സൂര്യൻ സാക്ഷാൽ നെയ്മർ ജൂനിയറും ലോക ഫുട്ബോളിൽ നിന്ന് വിരമിക്കാൻ സാധ്യത ഏറെയാണ്.